അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 3-ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 17-ാമത്തെ പാഠം തഖ്വൽ ഖുലൂബ്. നിങ്ങൾ ഏതു നാട്ടുകാരാണ്? ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വരവും ഭാവവും കണ്ട് അവർ പേടിച്ചു. ഞങ്ങൾ ത്വായിഫുകാരാണ്, അവർ പറഞ്ഞു. ഖലീഫ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ വെച്ച് ശബ്ദമുയർത്തുകയോ, നിങ്ങൾ ഈ നാട്ടുകാരായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. ആദരണീയ വ്യക്തികൾ, വസ്തുക്കൾ എന്നിവയെ ആദരിക്കൽ മുസ്ലിമിന് നിർബന്ധമാണ്. അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇബ്ലീസ് ശാപത്തിനിരയായത്. ആദം നബി അലൈഹിസ്സലാമിനെ ആദരിച്ച് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ അവൻ അനുസരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികൾ വളരെയധികം ആദരിച്ചിരുന്നു. ജീവിതകാലത്തു മാത്രമല്ല, വഫാത്തിനു ശേഷവും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് ഉള്ളതിനാൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല. നബിമാർ, അഹ്ലുബൈത്ത്, സ്വഹാബത്ത്, വലിയുമാർ, ആലിമുകൾ, സജ്ജനങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മുതിർന്നവർ തുടങ്ങിയവരെ നാം ആദരിക്കണം. ഖുർആൻ, മതഗ്രന്ഥങ്ങൾ, അൽ കഅബത്തുൽ മുക്കറമ, അൽ ഹിജ്റത്തു ഷരീഫ, മസ്ജിദുകൾ, മുഅ്മിനീങ്ങളുടെ ഖബറുകൾ മുതലായവയെ നാം ആദരിക്കണം. ആദരവർഹിക്കുന്നതിനെയെല്ലാം ബഹുമാനിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കൽ ഭക്തിയിൽ പെട്ടതാണ്. പിന്നെ അതിന്റെ അടിയിൽ നമുക്ക് നഖ്റഉ നഫം കാണാം. ഖലീഫ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധി. അഹ്ലു ബൈത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. ഉമർ റളിയല്ലാഹു അൻഹു 2-ാം ഖലീഫ. വലിയ, അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ. ത്വായിഫ്, മക്കയുടെ അടുത്തുള്ള ഒരു നാട്. ആലിമുൻ, പണ്ഡിതൻ. അൽ മസ്ജിദുൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ്. അൽ കഅബത്തുൽ മുക്കറമ, പരിശുദ്ധ കഅബ. ഇബ്ലീസ്, പിശാചുക്കളുടെ പിതാവ്. മുഅ്മിനുൻ, സത്യവിശ്വാസി. സ്വഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ. ഇനി നമുക്ക് വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസു സാബി അശറ തഖ്വൽ ഖുലൂബ്. ഒന്നാമതായിട്ട് കാണാം, നക്തശിബു മിനൻ നസ്വി മാ യുആദിലുൽ ആതിയത്ത്. ശേഷം പറയുന്നതിനോട് യോജിച്ചത് പാഠത്തിൽ നിന്ന് വ്യക്തമാക്കുക. ഉമർ റളിയല്ലാഹു അൻഹു മിൻ ഐന അൻതുമാ ഖാല മിൻ അഹ്ലി ത്വായിഫ് ഖാല ലൗ കുൻതുമാ മിൻ അഹ്ലിൽ മദീനത്തി ലഔജഅതുകുമാ തർഫഅനി അസ്വാതകുമാ ഫി മസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഏതു നാട്ടുകാരാണ്? ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വരവും ഭാവവും കണ്ട് അവർ പേടിച്ചു. ഞങ്ങൾ ത്വായിഫുകാരാണ്, അവർ പറഞ്ഞു. ഖലീഫ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ വെച്ച് ശബ്ദമുയർത്തുകയോ, നിങ്ങൾ ഈ നാട്ടുകാരായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. രണ്ടാമത്തെ വർക്കാണ് നംലഉൽ ഫറാ, വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. നിങ്ങൾ ഏതു നാട്ടുകാരാണ്? ഖലീഫ ഡാഷ് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു. 2. ആദരണീയ വ്യക്തികളെ ഡാഷ് മുസ്ലിമിന് നിർബന്ധമാണ് ആദരിക്കൽ. 3. ആദം നബി അലൈഹി ഇസ്ലാമിനെ ആദരിക്കാത്തതിനാൽ ഡാഷ് ശാപത്തിനിരയായി ഇബ്ലീസ്. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികൾ ഡാഷിനു ശേഷവും ആദരിച്ചിരുന്നു, വഫാത്തിന്. ഇനി നുജീബ്, 3-ാമത്തെ വർക്ക് കാണാം. ഉത്തരം എഴുതുക. 1. ആദരിക്കേണ്ട 5 വസ്തുക്കളുടെ പേരെഴുതുക. ഖുർആൻ, മതഗ്രന്ഥങ്ങൾ, അൽ കഅബത്തുൽ മുക്കറമ, അൽ ഹിജ്റത്തു ഷരീഫ, മസ്ജിദുകൾ. 2. ആദരിക്കേണ്ട 5 വിഭാഗം ആളുകളുടെ പേരെഴുതുക. നബിമാർ, അഹ്ലുബൈത്ത്, സ്വഹാബത്ത്, വലിയുമാർ, ആലിമുകൾ. 3. ആദരണീയ വ്യക്തികളെയും വസ്തുക്കളെയും ബഹുമാനിക്കുന്നതിന്റെ വിധി എന്ത്? നിർബന്ധമാണ്. 4. അഹ്ലുബൈത്ത് എന്ന് പറയുന്നത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. ഇനി 5. ആരാണ് സ്വഹാബികൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ. 6. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ത്വായിഫുകാരോട് ക്ഷോഭിച്ചത് എന്തിന്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ വെച്ച് ശബ്ദമുയർത്തിയതിനാൽ. ഇനി 7.
ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല. കാരണമെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് ഉള്ളതിനാൽ. ഇനി നാലാമത്തെ വർക്ക് കാണാം. നെസ്ലു ചേരുമ്പടി ചേർക്ക. ഇബ്ലീസ് ഡി ആണ് ഉത്തരം, പിശാചുക്കളുടെ പിതാവ്. 2 മുഅ്മിൻ ഇ ആണ് ഉത്തരം, സത്യവിശ്വാസ്. 3 വലിയുൻ എ ആണ് ഉത്തരം, അല്ലാഹു തആലയുടെ ഇഷ്ടദാസൻ. 4 സ്വഹാബി സി ആണ് ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരൻ. 5 ആലിമുൻ ബി ആണ് ഉത്തരം, പണ്ഡിതൻ. ഇനി 5-ാമത്തെ വർക്കാണ് തഖ്സീസ്. ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം. അതിന് നാം എന്തെല്ലാം ചെയ്യണം? അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, അവർ പറയുന്നത് അനുസരിക്കുക, അവരോട് സലാം പറയുക, അവരെ സഹായിക്കുക, അവരോട് നല്ല നിലയിൽ പെരുമാറുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.